കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്ന ഒരു വാർത്തയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയുടെയും അതുപോലെ വിശ്വാസത്തിന്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെയൊക്കെ കൊള്ളയടിക്കാം എന്നതിന്റെ പച്ചയായ തെളിവായി മാറിയിരിക്കുകയാണ് കൊല്ലം പുത്തൂരിലെ ഈ വ്യാജ സിദ്ധൻ. മുരാരി തന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന രാജൻ ബാബുവിന്റെ അറസ്റ്റോടെ കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ തട്ടിപ്പുകളുടെ ഒന്നിന്റെ ചുരുളാണ് ഇപ്പോഴിതാ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു പീഡന ശ്രമം എന്നതിലെല്ലാം ഉപരി സോഷ്യൽ മീഡിയയും ഭക്തിയും ആഡംബരവും ചേർത്ത് ഇയാൾ നടത്തിയ വമ്പൻ വെട്ടിപ്പുകളുടെയും അതുപോലെ ക്രൂരതകളുടെയും വിവരങ്ങൾ കേട്ട് അന്വേഷണ സംഘം പോലും അമ്പരന്ന് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം കടക്കലിൽ ഓട്ടോ ഓടിച്ച് നടന്ന ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇത്ര വലിയൊരു സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്നും എങ്ങനെയാണൊരു സെലിബ്രിറ്റി തന്ത്രിയായി വേഷം കെട്ടിയതെന്നുള്ള കഥകൾ ഏതൊരു സിനിമയും വെല്ലുന്ന നാടകീയത നിറഞ്ഞതുകൂടിയാണ്. കടക്കലിൽ മുരാരി ജ്യോതിശാലയം തുടങ്ങിയ കാലം തൊട്ടേ ഇയാൾക്കെതിരെ നിരവധി ആക്ഷേപങ്ങളെല്ലാം ഉയർന്നു വന്നതാണ്. സാമ്പത്തിക ക്രമക്കേടുകളും അതുപോലെ സ്ത്രീ വിഷയങ്ങളും അന്ന് തന്നെ നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചയായതുമായിരുന്നു. അന്ന് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇയാൾ വെണ്ടാറിലേക്കും അരീക്കലിലേക്കും ഒക്കെ തന്റെ തട്ടകം മാറ്റിക്കൊണ്ടേയിരുന്നത്. ആത്മീയതയെ ഒരു വിപണിയായി കണ്ട ഇയാൾ കഷ്ടപ്പാടുകളിൽ പെട്ടുലയുന്ന അത്രത്തോളം സാധാരണക്കാരെയാണ് പ്രധാനമായി ലക്ഷ്യം വെച്ചത്. ഇയാളുടെ ഓരോ നീക്കവും വളരെ ആസൂത്രണം കൂടിയായിരുന്നു. പരമ്പരാഗതമായ രീതിയിലുള്ള ജ്യോതിഷന്മാരിൽ നിന്നെല്ലാം മാറി സോഷ്യൽ മീഡിയയെ തന്റെ വളർച്ചയ്ക്കായി ഇയാൾ സമർത്ഥമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇയാളെ മറ്റു തട്ടിപ്പുകാരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്നതും. VS മുരാരി തന്ത്രി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഡാൻസും പാട്ടുമായി ഇയാൾ നടത്തിയത് വലിയൊരു ഷോ തന്നെയായിരുന്നു. ഏകദേശം 88,000-ഓളം ഫോളോവേഴ്സാണ് ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഉണ്ടായിരുന്നത്. ഒരു തന്ത്രിയുടെ വേഷം കിട്ടി സിനിമാ പാട്ടുകളും അതുപോലെ മാപ്പിള പാട്ടുകൾക്കൊപ്പം ചുവട് വെക്കുന്ന ഇയാളുടെ വീഡിയോകൾ കാണാൻ തന്നെ ലക്ഷക്കണക്കിന് ആളുകളും ഉണ്ടായിരുന്നു. ഈ പ്രശസ്തി മുതലെടുത്താണ് ഇയാൾ ചാനൽ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യമായി മാറിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് 24 ന്യൂസിലെ തമ്മിൽ എന്ന പ്രോഗ്രാമിൽ ഇദ്ദേഹം വന്ന് വലിയ തരത്തിൽ ചർച്ചയ്ക്ക് നടത്തിയത്. അന്ന് തന്നെ പലരും പറഞ്ഞു വെച്ചതാണ് ഇയാൾ ഫ്രോഡാണെന്ന്. പക്ഷേ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇദ്ദേഹം പീഡന കേസിൽ അകത്താവുന്ന അല്ലെങ്കിൽ പോക്സോ കേസിൽ അറസ്റ്റാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നെ മറ്റൊന്ന്, ആഡംബര വസ്ത്രങ്ങളും വില കൂടിയ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് ഒരു സെലിബ്രിറ്റിയായി ഇയാൾ സ്വയം പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണക്കാർക്ക് പോലും അപ്രാപ്യമായ ഒന്നാണ് തന്ത്രി പദവി എന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിച്ച് അവരെ ഇയാൾ മാനസികമായി അടിമകളാക്കി. ഇയാൾ നടത്തിയ അവകാശവാദങ്ങൾ കേട്ടാൽ ബുദ്ധിയുള്ള ആരുമൊന്നും ഞെട്ടുന്ന സാഹചര്യം ഉണ്ടാകും. ISROയിലെ ശാസ്ത്രജ്ഞർ പോലും തന്നോട് ഗ്രഹനില ചോദിച്ചാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് എന്നൊക്കെ തട്ടിവിടാൻ ഇയാൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഒമാനിലെ സുൽത്താന്റെ വിട്ടുമാറാത്ത രോഗം മാറ്റാൻ താൻ ഒമാനിൽ പോയി ചികിത്സിച്ചു എന്ന് വരെ ഇയാൾ പറഞ്ഞു പരത്തുകയും ചെയ്തു. അമ്മാതിരി തള്ളാണ് ഇയാൾ തള്ളിയത്. എന്നാൽ ഗൾഫിൽ തുടങ്ങിയ കേന്ദ്രങ്ങൾ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും കാരണം പൂട്ടിപ്പോയത് എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. കേരളത്തിലെ പ്രമുഖ കേസുകളിലൊക്കെ തന്റെ പ്രവചനം ഫലിച്ചുവെന്ന് വരുത്തി തീർക്കാൻ ഇയാൾ സോഷ്യൽ മീഡിയയും അതുപോലെ ചാനൽ ചർച്ചകളെയും സമർത്ഥമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നടൻ ദിലീപിന്റെ കേസിൽ അനുകൂല വിധി വന്നത് തന്റെ പൂജകൾ കൊണ്ടാണെന്ന് ഇയാൾ വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ കുറിച്ചും ഇയാൾ ഓരോ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആളുകളെ കബളിപ്പിക്കുകയും ചെയ്തു. ഓരോ ദുരന്തങ്ങളെയും തന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാനുള്ള അവസരമായാണ് ഇയാൾ കണ്ടിരുന്നതും. ഓയൂരിലെ പെൺകുട്ടിയെ കണ്ടെത്തിയതിലും തനിക്ക് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇയാൾ പോലീസിന്റെ പിടിയിലാകാൻ കാരണമായത് ഒരു 16 വയസ്സുകാരിയോട് ചെയ്ത അതിക്രൂരമായ പ്രവൃത്തിയാണ്. ബാധ ഒഴിപ്പിക്കാൻ എത്തിയ പെൺകുട്ടിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ചൂരൽ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുക, ആ കുട്ടി വേദന കൊണ്ട് തളർന്നു വീഴുമ്പോൾ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുക. ഇതായിരുന്നു ഇയാളുടെ ക്രൂരമായ രീതി. ഈ ജ്യോതിശാലയത്തിന്റെ ചുവരുകളിൽ രക്തക്കറകൾ കണ്ടെത്തിയിട്ടുമുണ്ട് എന്നുള്ളതും ഈ ക്രൂരതയുടെ ആഴം അത്രത്തോളം വ്യക്തമാക്കുന്നുണ്ട്. മർദ്ദനമേറ്റ് തെറിച്ച രക്തമാണിതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനവും വന്നിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഇതിന്റെ തെളിവുകൾ ശേഖരിച്ചും കഴിഞ്ഞു. ദാരിദ്ര്യത്തിൽ നിന്നും പെട്ടെന്നുണ്ടായ സമ്പന്നത ഇയാളെ വലിയൊരു ആഡംബര പ്രിയനാക്കി മാറ്റുകയും ചെയ്തിരുന്നു. കോടികൾ വിലമതിക്കുന്ന വിദേശ നിർമ്മിത കാറുകളും ഐഫോണുകളുടെ വലിയ ശേഖരങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ കോടികളുടെ നിക്ഷേപം ഇയാൾക്കുണ്ടെന്നാണ് പോലീസിന് തന്നെ വിവരം ലഭിച്ചിരിക്കുന്നത്. മുമ്പും ഇയാൾക്കെതിരെ സ്വർണവും പണവും തട്ടിയെടുത്തതിന്റെ പേരിൽ പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ഉന്നത സ്വാധീനങ്ങളെല്ലാം ഉപയോഗിച്ച് ഇയാൾ ഒതുക്കി തീർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പോക്സോ വകുപ്പുകൾക്കെല്ലാം പുറമെ വഞ്ചന കുറ്റവും അതുപോലെ ഗൂഢാലോചനയും ഇയാൾക്കെതിരെ ചാത്താനാണ് ഇപ്പോൾ പോലീസ് നീക്കം നടക്കുന്നത്. കാരണം അത്രത്തോളം വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്കെതിരെ ഈ നിയമങ്ങളെല്ലാം ചുമത്തുന്നതും. സമൂഹത്തിൽ ഇത്രയേറെ സ്വാധീനം ഉണ്ടാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞത് നമ്മുടെ ഇടയിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും ഭയത്തിന്റെയും കമ്പോളത്തെ ഇയാൾ കൃത്യമായി ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും മന്ത്രവാദികളുടെയും ബാധ ഒഴിപ്പിക്കലുകാരുടെയും മുന്നിൽ സ്വന്തം മക്കളെ എത്തിക്കുന്നവർ ഈ സംഭവം ഒരു മുന്നറിയിപ്പായെങ്കിലും കാണേണ്ടതുണ്ട്. ആത്മീയതയെ വസ്ത്രം പോലെ ഊരിവെച്ച് ആഡംബരത്തിലും പീഡനത്തിലും ഒഴുകിയ ഒരു ക്രിമിനലിന്റെ യഥാർത്ഥ മുഖമാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ബിനാമി ഇടപാടുകളും സാമ്പത്തിക സ്രോതസ്സുകളും പുറത്തു വരുന്നതോടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരം കേരളം കേൾക്കേണ്ടി വരും. ഭരണിക്കാവിലെ ലോഡ്ജിൽ നിന്നും പിടിയിലാകുമ്പോൾ ഒറ്റ
ഒട്ടും കുറ്റബോധമില്ലാതെ പെരുമാറിയ രാജൻ ബാബു തന്റെ സിദ്ധികൾ ഉപയോഗിച്ച് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന ആത്മവിശ്വാസത്തിൽ കൂടിയായിരുന്നു. എന്നാൽ കോടതിയും നിയമവും ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് മുന്നിൽ തലകുലിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാളോട് തന്നെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ കുടുക്കിയതാണ്, അതിനുള്ള എല്ലാ തെളിവും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഇയാൾ വാദിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതെല്ലാം വ്യാജമാണെന്നും അതെല്ലാം കള്ളമാണെന്നും പിന്നീട് തെളിയിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതിക്കാർ ഇയാൾക്കെതിരെ രംഗത്ത് വരാനും സാധ്യതകളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ മുരാരി തന്ത്രി എന്ന മുഖംമൂടി പൂർണ്ണമായും അഴിഞ്ഞു വീഴും. ഇയാൾ മുമ്പും പലരെയും ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും മാനഹാനി ഭയന്നാണ് ആരും പരാതി നൽകാത്തതെന്നും പോലീസ് കരുതുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇരകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നാൽ ഇയാൾക്കെതിരെയുള്ള കുരുക്ക് കൂടുതൽ മുറുകുകയും ചെയ്യും. ഇയാൾക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പുത്തൂർ പോലീസും ഉള്ളത്. അവർ ശക്തമായ അന്വേഷണം നടത്തുന്നുമുണ്ട്. ആത്മീയതയുടെ മറവിൽ നടക്കുന്ന ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ കേരളം ഉണർന്നു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയേണ്ടത്. ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇത്രയും വലിയ സാമ്പത്തിക സാമ്രാജ്യം ചുരുങ്ങിയ കാലം കൊണ്ട് പടുത്തുയർത്താൻ കഴിഞ്ഞത് അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ വേട്ടയാടിയിരിക്കുന്നു അല്ലെങ്കിൽ വേരോടിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ തെളിവ് കൂടിയാണ്. മതം, ജ്യോതിഷം, ഇൻഫ്ലുവൻസിങ് എന്നിവയെല്ലാം തട്ടിപ്പിനുള്ള മറയാക്കിയ ഈ ക്രിമിനൽ ആ ബുദ്ധിയെ തന്നെ നാം ഗൗരവത്തോടെ കാണുകയും വേണം. രക്ഷപ്പെടാതിരിക്കാൻ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഭയപ്പെടുത്തിയും പീഡിപ്പിച്ചും ആത്മീയ വ്യാപാരം നടത്തിയ രാജൻ ബാബു എന്ന വ്യാജന്റെ പതനം വിശ്വാസത്തിന്റെ പേരിൽ ചതിക്കപ്പെടുന്നവർക്ക് ഒരു വലിയ തിരിച്ചറിവ് കൂടിയാകട്ടെ. പോലീസ് ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും ഫോറൻസിക് റിപ്പോർട്ടുകളുമെല്ലാം ഇയാൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയുകയും ചെയ്യും. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി ഈ കേസിൽ ഏറ്റവും നിർണായകം കൂടിയാണ്. ഇത്തരത്തിൽ ഇനിയും നിരവധി ഇരകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവുകയും ചെയ്യാം. എന്നാൽ പോലീസിന്റെ സംശയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ് നൽകുന്നത്. ആഡംബര ജീവിതത്തിനിടയിലും സാധാരണക്കാരായ നാട്ടുകാർക്ക് ഇയാളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും പുറത്തുനിന്നുള്ള ഭക്തർ ഇയാളെ ഒരു അത്ഭുതമായാണ് കണ്ടിരുന്നത്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം അന്തസ്സും പണവും വ്യാജമാർക്ക് മുന്നിൽ പണയം വെക്കുന്നവർ ഈ വാർത്തയൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. കാരണം ആത്മീയതയുടെ മുഖം മൂടി അണിഞ്ഞ പലരും നമുക്കിടയിൽ ഇതുപോലെ പതുങ്ങിയിരിപ്പുണ്ട്. ഇയാളുടെ ഫോൺ രേഖകളിൽ നിന്നും പല ഉന്നതരുടെയും പേരുകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ രാഷ്ട്രീയ സാമൂഹിക ചലനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകളാണ് ഇയാൾക്കെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇയാൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ദൈവത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ഇത്ര വലിയ ക്രൂരതകൾ ചെയ്യാൻ ഇയാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതും പരിഷ്കൃത സമൂഹത്തെ ലജ്ജിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഇയാളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന കമന്റുകൾ പരിശോധിച്ചാൽ പോലും എത്രത്തോളം ആളുകളെ ഇയാളുടെ വഴിയിൽ വീണിരിക്കുന്നതും വ്യക്തമാവുകയും ചെയ്യും. സിനിമാ താരങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ഇയാളുടെ ഷോകൾ കേവലം ഒരു തട്ടിപ്പായിരുന്നുവെന്ന് ഇപ്പോൾ പലരും തിരിച്ചറിയുന്നുമുണ്ട്. പാവപ്പെട്ട രോഗികളെയും കുടുംബ പ്രശ്നങ്ങൾ ഉള്ളവരെയുമാണ് ഇയാൾ തന്റെ ഇരകളാക്കി മാറ്റിയതും. അവരുടെ നിസ്സഹായാവസ്ഥയെ എത്രത്തോളം മുതലെടുക്കാൻ പറ്റുമോ അത്രത്തോളം മുതലെടുത്ത് കോടികളാണ് ഇയാൾ കൈക്കലാക്കിയിട്ടുള്ളത്. ഈ കേസ് കേരളത്തിലെ എല്ലാ വ്യാജ സിന്ധന്മാർക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. സത്യം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അതൊരു നാൾ പുറത്തു വരുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പുത്തൂരിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാജസിദ്ധൻ അറിയിക്കുന്ന ശിക്ഷ നിയമത്തിന് മുന്നിൽ നിന്നും വാങ്ങിക്കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും സിദ്ധൻ എന്തായാലും അകത്തായിരിക്കുന്നു, അതും പോക്സോ കേസിൽ. ആലോചിക്കണം, കേരളത്തിലെ ഓരോരുത്തരെയും എത്ര നാൾ പറ്റിച്ചോ ആ പല നാൾ കള്ളനിത ഒരു നാൾ പിടിയിലായിരിക്കുകയാണ്.